ഇതെന്തോന്ന് കാണിക്കാണ്ടപ്പാ. ആ പലക ഇവിടെ ഇട്. ഇവിടെയോ? ആ മതിയോ? കാണ്ടിക്കൈ മാറുന്നില്ല, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. ഇനി വെള്ളം എടുക്കാം. അതിന് വെള്ളം എടുക്കാൻ പാത്രങ്ങൾ എവിടെ? പാത്രമില്ലാ കിടക്കുന്നേ. പാത്രങ്ങൾ ഈ വീട്ടുകാരല്ലേ, അവരോട് ചോദിക്കണ്ടേ? എന്നാത്തിനാടാ? നമ്മുടെ നാട്ടിലിപ്പോ സോഷ്യലിസം അല്ലയോ? അപ്പൊ പിന്നെ എന്റെ പാത്രം നിന്റെ പാത്രം എന്നുള്ള വേറെ കൊണ്ടുവിടാമോ ഇതിനെ? അത് ശരി, അത് ഞാൻ ആലോചിച്ചില്ല. നീളത്തിൽ ഇടണക്കടുത്ത് കിടന്ന് ഞാൻ തീരുമാനിച്ചു. നോക്കി പിടിയുടെ ആരുണ്ടാവും ഇവിടെ ആരുമില്ല. ആരല്ലടാ, തെങ്ങിന്റെ ആര്. കാലിന് വിടറാ, നിനക്ക് കാലും മാറ്റി തിരിച്ചറിയില്ലയോ? ഇതാ പാത്രങ്ങൾ റെഡി. ഇതെന്നതാ ചെയ്യുന്നേ? നീ എഴുന്നേറ്റ് വരുന്നേ ഉള്ളു. അത് ശരി. എടി കൊച്ചേ, തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേരാണെങ്കിൽ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കണം, വീടും പറമ്പൊക്കെ അടിച്ച് വൃത്തിയാക്കണം, നല്ല വിസ്തരിച്ചൊന്ന് കുളിക്കണം. കല്യാണം കഴിച്ചവരാണെങ്കിൽ കെട്ടിയവന് നല്ല ചൂടുള്ള കാപ്പി അനത്തിയിട്ട് കൊടുക്കണം. മനസ്സിലായോ? നീ എവിടെ നന്നാവേ? ഇപ്പോഴേ ശീലിച്ചാലല്ലേ കല്യാണം കഴിയുമ്പോ ചായ തന്നെ നോക്കൂ. അതുകൊണ്ട് എന്റെ പൊന്നുമോള് പോയിട്ട് ഞങ്ങൾ ഈ ചായമാർക്ക് 4 വെടിമരുന്ന് പോലെ ചായ ഇട്ടുമ്പോ. ഇത് എന്നാത്തിനുള്ള പുറപ്പാടാന്നാ ചോദിച്ചേ? അതെ, വെള്ളം കോരാനുള്ള പുറപ്പാടാ. സഹായിക്കാനുള്ള മനസ്സിൽ ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാ. കൃഷിസ്ഥലം മൊത്തം വഴക്കെന്ന് വെച്ച് ഇനി വേണ്ടത് വെള്ള. അത് ഈ കിണറ്റിന്ന് കൊരാന്ന് വെച്ചെന്തേ? അത് പറ്റില്ല. ഞങ്ങളെ കിണറ്റിലെ വെള്ളം കോരി പറ്റിച്ച പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യും? നീ എന്നായി പറയുന്നേ? അങ്ങനെയൊന്നും പറ്റിയല്ലേ കൊച്ചേ. നിർത്താനാ പറഞ്ഞേ. ചേട്ടാ, ഇതുപോലെ പൊല്ലാപ്പായല്ലോ. ഇച്ചായന്റെ മുഖത്തേക്ക് ഇതുവരെ പെണ്ണ് സംസാരിച്ചിട്ടില്ല. ഒരാണ് സംസാരിച്ചിട്ടുണ്ടോ? ഒരാൾ സംസാരിക്കില്ല. സംസാരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, അത്ര തന്നെ. എടാ അന്നപ്പാ, ഇപ്പഴാ ഞാൻ ശ്രദ്ധിക്കുന്നേ. ഇവിടെ ചെവി കണ്ടോ? എന്നതാ? ആന ചെവി പോലെ ഇല്ലയോ? അതെ, ദേഷ്യം വന്നപ്പോ ഒന്നുകൂടെ അങ്ങ് വികസിച്ചു. ഇച്ചായോ, ഇവളുടെ പേര് ആനയെന്നല്ല ഇടണ്ടേ, ആനാന്ന് ഇടണായിരുന്നു. ആ മൂക്കും കൂടി താഴോട്ട് നീണ്ടാൽ കറക്റ്റായി. ആന ഒത്തുപിട്ട് ചാൽത്താട്ടിക്കുമ്പോ വല്യമ്മച്ചി, വല്യമ്മച്ചി എഴുന്നേറ്റേ. ഒന്ന് പുറത്തേക്ക് വന്നേ. എന്നതാ? വല്യമ്മച്ചി ഒന്ന് പുറത്തേക്ക് വരാൻ. എഴുന്നേറ്റേ. ഒരു കാര്യം. കുത്തികൾ ഉറച്ചിട്ട് കയറ് വലിയട്ടെ, കയറ് മുറുകട്ടെ, വെള്ളം നിറയട്ടെ. കുത്തികൾ ഉറച്ചിട്ട് കയറ് വലിയട്ടെ, കയറ് മുറുകട്ടെ, വെള്ളം നിറയട്ടെ. മറുക അതാനെ മറുക മറുക. ആ വല്യമ്മച്ചേ, വെള്ളം കോരും തോറും ഉറ വന്നോണ്ടിരിക്കുന്ന ഈ പാത്രങ്ങളൊക്കെ നിങ്ങളുടെയാ. നമ്മൾ ഇത്രയും അടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതെടുക്കുന്നൊന്നും ഒരു തെറ്റല്ലല്ലോ. ഞാൻ എന്റെ പഠിക്ക് പോട്ടെ. നീ അവിടെ കൊണ്ടുപോയി. ഒരു മണ്ണാങ്കട്ടിയും എന്റെ പഠിക്ക് പോട്ടെ. നീ ഒതുങ്ങി നിക്കട്ടെ ചേട്ടാ. 10 രൂപ ഇവിടെ നടക്കണം, അപ്പൊ നടക്കണം. 10 രൂപ തരണി ഒതുങ്ങി നില്ല് മാമ. തനിക്ക് നക്കിട്ട് ചാണി നീ തനിക്ക് നക്കിഞ്ചാണ്. 10 രൂപ ഒരു നിക്ക്, നീ വരുന്നെങ്കിൽ വാ, ഞാൻ പോവാ. ഈ ഉള്ള സ്ഥലത്ത് നമുക്കും എന്തേലും കൃഷി ചെയ്യായിരുന്നു. അവൻ ഉണ്ടാക്കിയ ഈ വീടല്ലാതെ ഇപ്പൊ വേറെ എന്താ ഉള്ളത്? നാളെ ഒരുത്തൻ വന്ന് ഇത്ര പണം വേണം, ഇത്ര പൊന്നു വേണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഏതായി ഒരുത്തൻ? ഏതെങ്കിലും ഒരുത്തൻ. അങ്ങനെ ഒരുത്തൻ ഇവിടെ വരണ്ട. എന്ന് വെച്ചാ അടുത്ത കൊല്ലം വയസ്സ് 20 നിനക്ക് അറിയാവോ? ഇന്നോ നാളെയെന്ന് പറഞ്ഞ് നിൽക്കുക ഞാൻ. ഒരു 50 കൊല്ലത്തേക്ക് വല്യമ്മച്ചി ചാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ചാവ് നീയാണോ നിശ്ചയിക്കുന്നേ? ആനയോ? അതാരാ? അയാൾ എന്നെ കളിയാക്കി വിളിക്കുന്ന വല്യമ്മച്ചി. എന്തിനാണ് നോക്കി? അല്ലെങ്കിലേ അവൻ അകത്തോട്ട് കയറി വരും. എനിക്ക് വയ്യ, വല്യമ്മച്ചി എന്ന് നോക്ക്. അവൻ വല്ലതും പറയും, എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. എനിക്ക് അയാളെ കാണുന്നത് വെറുപ്പാ. എന്തോ ചെയ്യും ഓരോ പുലിവാലും. യവനെ ഞാൻ. എന്താ കുഞ്ഞെ, വിളിച്ചോ? കൊച്ചുമോളെവിടെ വഴക്കാളി? ആന കൊച്ച് എന്നാത്തിനാ? ഞങ്ങളുടെ കിണറ്റില് വെള്ളം പറ്റുമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നല്ലോ. ഇനി വാ, ഇനി വാ വല്യമ്മച്ചി. ആണ്ട നോക്ക്, പറ്റിയോ നോക്ക്. കാലത്തേലും കൂടുതലില്ലേ വെള്ളം? നേരെ എന്തോരം വെള്ളം. കൂടുതലോ കുറവെന്നുള്ളതല്ല, ഞങ്ങളുടെ വെള്ളം ഞങ്ങളുടെ ആവശ്യത്തിനാന്നേ പറഞ്ഞുള്ളൂ. എങ്കിൽ നിങ്ങളുടെ വെള്ളം എന്താണ്ട് അതുപോലെ ഇരിക്കുന്നു, കോരി മൂക്കറ്റം കൂടി. അവിടെ ഒരു വെള്ളവും കിണരും. ബാക്കിയുള്ളവരാരും വെള്ളവും കിണറും കണ്ടിട്ടില്ലാത്ത പോലെ. ഇതിപ്പോ കൊണ്ട് അകത്ത് പോയി, കാലത്ത് ചോദിക്കുമ്പോ തരണം. ഇത് കണ്ടു വല്യമ്മച്ചി, പാത്രങ്ങൾ അപ്പടി ചളുങ്ങിപ്പോയി. ഇതിന് എണ്ണത്തിന് കൊള്ളാം. അപ്പൊ വേണ്ടായോ? നവനെ കുറച്ച് ദൂരത്തേക്ക് എറിഞ്ഞേക്കാവല്ലോ. എന്താങ്ക ഇളനി
இளநியா எங்க இதுவா நீ சாப்பிட்ட வேண்டாங்க முதல்ல நீ சாப்பிடு சொன்னா கேளுங்க நான் கொடுத்த நீ சாப்பிட மாட்டியா அப்படி இல்ல சாப்பிடு 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 மாமா இளநீ கீழே கீழே விழுந்தாச்சு இப்படியே விழுந்தாச்சா? நீ எதுக்கு இப்போ இங்க வந்த அவங்கள ஒண்ணும் பண்ண முடியாது மாமா. அவங்க அந்த வீட்டுல இருந்து தண்ணி எடுத்துக்கிட்டு வந்து அங்க ஊத்துறாங்க. அப்படியா? ஆமா. தண்ணி ஊத்திட்டு அவங்க என்ன பண்ண போறேன்? நான் சொல்லலையா மாமா, அவங்க அங்க வாழ வச்சிருக்கேன். ஆமா ஆமா ஆமா. சரி, தண்ணி ஊத்தட்டும், வாழை வளரட்டும், அப்புறம் என்ன பண்ணதுன்னு நான் சொல்றேன். நான் விட மாட்டேன்றா. நானும் விட மாட்டேன். இளநீ நல்லா இருக்கு. അയാളുടെ അഹങ്കാരം നാളത്തോടെ തീരും. ഞാൻ സത്യമായിട്ടും പറയുക, എങ്ങനെയാണെങ്കിലും ഞാൻ എങ്ങോട്ടേക്കെങ്കിലും ഇറങ്ങി പോകും. കേക്കട്ടെ, കേട്ടില്ലെങ്കിൽ ഞാൻ വിളിച്ചോടത്തി പറയാൻ പോവാ. മേരി, നീ എന്നെ കൊല്ലിക്കല്ലേ. പറഞ്ഞ നിങ്ങൾ നന്നാവത്തില്ല. എന്നെ മോനെ മര്യാദരാക്കാൻ തന്നെ പുറപ്പാട്. ഇവിടെ ഇപ്പൊ എന്നെ ഉണ്ടായിരുന്ന നീ പറയുന്നേ? രാവിലെ വല്ല പണിയല്ലായിരുന്നു? ക്ഷീണം കൊണ്ട്. ക്ഷീണം വന്നാ കുടിക്കും, സന്തോഷം വന്നാ കുടിക്കും, സങ്കടം വന്നാ കുടിക്കും, വെറുതെ ഇരുന്ന് മുഷിഞ്ഞെന്ന് പറഞ്ഞോട്ട് അപ്പോഴും കുടിക്കും. കുടിക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ അപ്പപ്പോ ഉണ്ടാക്കും. നിങ്ങൾ മാത്രമേ പണിയെടുത്ത് ക്ഷീണിച്ചുള്ളൂ. ആ ഉറങ്ങുന്ന മനുഷ്യനോ ചട്ടമ്പിയോ തെമ്മാടിയോ എന്നൊക്കെ പറഞ്ഞാലും അങ്ങേരുടെ അത്രയും സ്നേഹം ഇഷ്ടമൊന്നും നിങ്ങൾക്കില്ല. ഈ മലമൂട്ടി കിടന്ന് അങ്ങേരെ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? ഓ, നിനക്ക് വേണ്ടിയായിരിക്കും. ആണ്, എനിക്ക് വേണ്ടി തന്നെയാ. അതിനിപ്പോ എന്നാ വേണം? എനിക്ക് മടുത്തു. നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ല. എടുക്കോച്ചേ, നിന്നെ ഒരു ആപ്പസായിട്ടാണല്ലോ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇന്നെവിടെ പോയി? എടി, എവിടെ പോയെന്ന്? ഒരു പ്രായം കഴിഞ്ഞാൽ പെമ്പിള്ളേർ ഉടുപ്പ് കെട്ടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവും. അങ്ങനെ പ്രലോഭനം ഉണ്ടാവുമ്പോഴാണ് ഈ പെൺവാണിപ്പവും സ്ത്രീ പീഡനമൊക്കെ നടക്കുന്നത്. അതെ, കോരസാറിന്റെ മോള് റോസി, വയസ്സ് 14 തികഞ്ഞിട്ടില്ല. പക്ഷെ ആപ്പസാരി ഉടുക്കാണ്ട് അവള് പെരക്കകത്തുനിന്ന് പുറത്തിറങ്ങിയാല. പിന്നെ നിനക്കൊരു ഉപദേശം ഞാൻ തരാം, ഫ്രീ ആയിട്ട്. പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഞാൺമേൽ കളിയാ. പിടി വിട്ടാ വിട്ടതാ, പിന്നെ തിരിച്ചു കിട്ടുകയില്ല. സൂക്ഷിക്കണം കേട്ടോ. അയ്യോ,
എന്നാ പറ്റി ചായ? അങ്ങോട്ട് എന്നാ പറ്റിയതാ? അയ്യോ ചോര വരുന്നുണ്ടല്ലോ. അയ്യോ ഏതാണ്ട് കുത്തിക്കേറിയതാ. ഒത്തിരി മുറിഞ്ഞിട്ടുണ്ട്. എന്റെ കർത്താവേ, ഇയാൾ എങ്ങനെയാ വീണേ? അത് വല്യമ്മച്ചി, ജീവിതം എന്ന് പറയുന്നത് ഒരു ഞാണുമേ കളിയാ. ഞാണു പൊട്ടി ആള് വീണു. മേരി, നീ പോയി ചാൻ ഷർട്ട് എടുത്തുവാ. എന്നാത്തിനാടാ? ഇപ്പൊ തന്നെ ഡോക്ടർ എടുത്തു പോവാ. ഒന്ന് പോടാവേ. ഇച്ചിരി ആട്ടിന്റെ മൂത്രം കിട്ടിയാ മതി. അയ്യേ, അത് മുറിവേലോട്ട് വെച്ച് ഒരു കെട്ട് കെട്ടിയാ ഉണങ്ങിക്കോളും. എന്നാലും തിരക്കില്ലാത്ത വേദനയുണ്ട്. എടാ കുട്ടപ്പായി, ചാണ്ടിച്ചായനെ കാണാനില്ലല്ലോ. നീ ഒന്ന് വീട്ടിൽ ചെന്ന് നോക്കിയേ. ചിലപ്പോ ഉണരാൻ ലേറ്റ് ആയി കാണണ്ട. ആര് ചാണ്ടിച്ചായനോ? പുലർച്ചെ ആദ്യത്തെ കോഴി കൂവുമ്പം ചാണ്ടിച്ചായൻ റെഡിയാ. അപ്പൊ കോഴിനെ ആരും വിളിച്ചിണ്ടാവില്ല. എടാ അവ അതിന് നമ്മൾ ചാണ്ടിച്ചാന്റെ ദേവത്തൊട്ടല്ലോ കളിക്കുന്നേ. ചാണ്ടിച്ചാൻ വിശ്രമിക്കട്ടാ. ചാണ്ടിച്ചായൻ വിശ്രമിക്കട്ടാ. അപ്പോഴേ മേരി, ഈ ചായന്റെ കൈക്ക് മുറിവ് പറ്റിയാരും നീ ആനപ്പനോട് മറ്റും പറയണ്ട കേട്ടോ. എന്നാ കാര്യം? ഈ ചായൻ തന്നെ പറഞ്ഞത്. ഈ ചായന്റെ ദേഹത്തിട്ട് മണ്ണായെന്ന് കേട്ടാ മതി. 3 പേർക്കും പിന്നെ അത് മതി ബഹളത്തിന്. കാര്യം വഴക്കും വെക്കാണോ തല്ലൊക്കെ ആണെങ്കിലും പരസ്പരം ഇഷ്ടാണെന്ന് അറിയാമോ? അത് നേരാ. അല്ലെ പിന്നെ ഇച്ചാൻ ഒരു കത്തിട്ട ഉടനെ 3 ആള് അലച്ചു തല്ലി ഇങ്ങ് പോരുവോ? ആ ആരാ അവിടെ? ഇത് ഞാനാ വല്യമ്മച്ചി. അയ്യോ, ഇത് നമ്മുടെ ദേവസിക്കുട്ടിയല്ലോ. നിനക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോടാ? അതെന്നാ വല്യമ്മച്ചി അങ്ങനെ ഒരു ചോദ്യം? ഓ, ഞാനിതുവഴി വരാത്തോണ്ടായിരിക്കും. അവൻ ഏതാ വല്യമ്മച്ചി ആ കിഴങ്ങൻ? നീ ഇങ്ങോട്ട് കേറിയിരിക്കടാ. അല്ല, അവനെ ജീപ്പിന് മുമ്പിൽ കിടന്ന ഒരു ഡാൻസ് കളി. ആരാവൻ? മേളില് താമസിക്കുക. വാടകയ്ക്കോ? എന്ന് വേണമെങ്കി പറയാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവളങ്ങ് വലിയ പെണ്ണായി പോയല്ലോ വല്യമ്മച്ചി. സാറാമ്മ ചേർത്തിക്കൊക്കെ സുഖമല്ലേ ദേവസുട്ടിച്ചായ? അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പഴേ വല്യമ്മച്ചി, ഞങ്ങള് ചെറിയൊരു ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാ. ഇരുട്ടാകാതെ ഇങ്ങനെ കാട്ടി കയറുന്ന സമയമുണ്ട്. അതുകൊണ്ട് വിശപ്പ് മാറ്റാൻ വല്ലതും ഉണ്ടാക്കി തന്നാ കൊള്ളാം. അപ്പഴേ ആശാനെ, ഞാൻ ബ്രേക്ക് ഇട്ടില്ലായിരുന്നേലേ ഇയാള് ജീപ്പിന്റെ അടിയിൽപ്പെട്ട് തവിട് പൊടിയായനെ. അത് പറയാനൊക്കെയല്ല. എന്റെ മേത്തിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ജീപ്പ് തവിട് പൊടിയായനെ. നെകളിപ്പിച്ചിരി കൂടുതലുള്ളവനാന്നാ തോന്നുന്നത്. ഏയ് അതൊന്നുമില്ല. പിന്നെ നിനക്ക് പിന്നെ എന്നാ വേണ്ടേ? ഓ, ഉള്ളത് എന്നാന്ന് വെച്ചാ അത്. ആനിയെ, നീ ഇങ്ങനെ ചുമ്മാ നിൽക്കാതെ കുറച്ച് വെള്ളം 3-4 ഗ്ലാസ് ഇങ്ങട്. എടാ പാപ്പച്ചാ, നീ അടിച്ച് ഫിറ്റായ നിന്നെ ഞാൻ കാട്ടിലിട്ടങ്ങ് പോരുവേ. ഞാൻ അങ്ങനെയൊന്നും വീഴത്തില്ല കേട്ടോ. അതേ പോണു ബക്കറ്റും പിടിച്ച്. തോക്കൊണ്ട് വെടിവെച്ചാ മനുഷ്യന്മാര് ചാവോ ദേവസുട്ടിച്ചായ? എന്നാ നിനക്ക് വല്ലവരെയും കൊല്ലണോ? കൊല്ലണോന്ന് ചോദിച്ചാ കൊല്ലണോന്നുണ്ട്. ഈ തോക്ക് എനിക്ക് തന്നേക്കോ? നീ എടുത്തോ. നിന്ന നിപ്പിൽ ചാണ്ടിച്ചായ മേപ്പോട്ട് ഒറ്റ ചാട്ടവാ. ഒരു 10 അടി ഉയരത്തിൽ ആകാശത്ത് നിന്നൊരു ചവിട്ട്. ഉണ്ട കൊണ്ട തൂണേല് ദേവതിക്കുട്ടിയും തോക്കും തറയില്. ചാണ്ടിച്ചായൻ ഈ നാട്ടിൽ ഫേമസ് ആയി തുടങ്ങി. അവന്മാരുടെ വാളുണ്ടായിരുന്നു കേട്ടല്ലോ. വാളുണ്ടായിരുന്നു, അവന്മാര് വെട്ടി. ചാണ്ടിച്ചൻ ഇടം കൈ കൊണ്ട് വാള് കയറി അങ്ങ് പിടിച്ചു. ഉള്ളം കൈ കയറി. പിന്നെ ആ കീറിയ കൈ കൊണ്ടായിരുന്നു അട്ടി മുഴുക്കെ. ചാണ്ടിച്ചൻ എങ്ങനെയുണ്ട്? എന്തോന്ന് എങ്ങനെയുണ്ടെന്ന്? അല്ല, കൈക്ക് മുറിവ് പറ്റിയെന്ന് കേട്ടു. അയ്യോ, ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ താണ്ട് കുഞ്ഞുട്ടിച്ചായ. ഈ സംഭവമൊക്കെ ചാണ്ടിച്ചാൻ ഒരു കട്ടങ്കാപ്പി കുടിക്കും പോലെ ഉള്ളൂ. കൂടരഞ്ഞി അമ്പ് വരുന്ന ആളെന്ന് പറഞ്ഞ സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങൾ ചാണ്ടിച്ചായനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എന്ന്. പോരെ സാർ, തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ജോയിന്റ് സെക്രട്ടറി TP ലോനപ്പനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയം എങ്ങനെയും കോരെ സാറിനെ കൊല്ലാതെ വിടുകയല്ലെന്ന് ലോനപ്പൻ. അന്നേരം ആ കൂടരഞ്ഞി പള്ളിയിൽ അമ്പേരുന്നാൾ വരുന്നത്. ഞങ്ങളൊക്കെ അന്ന് വേറെ കേസിൽ പെട്ട് അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഇടയ്ക്കിടെ ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ പോകാറുണ്ട്. എന്ത് അണ്ടർഗ്രൗണ്ട്? അണ്ടർവെയറിന്റെ വല്യപ്പന്റെ മോൻ അണ്ടർഗ്രൗണ്ട് പറഞ്ഞാണ് കേട്ടേച്ചാ മതി. കലാപരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തും കോരസാർ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതും അപ്പൊ അതാ വരുന്നു 10-40 പേർ അടങ്ങിയിട്ടുള്ള ലോനപ്പന്റെ ഗുണ്ടാ സംഘം. വെട്ടടാ കൊല്ലടാ എന്ന് അലറിക്കൊണ്ട് സൈക്കിൾ ചെയിൻ, വാരിക്കുന്തം, വടിവാള് എന്നാ ചെയ്യും.
ചാണ്ടിച്ചയെ മാത്രം ഉണ്ട് കോര സാറിന്റെ കൂടെ. എടാ ചാണ്ടിയെ, അവന്മാരനെ കൊല്ലാൻ വരുന്നില്ലടാ എന്ന് കോര സാറ്. അവന്മാര് സാറിന്റെ രോമത്തെ തൊടുകയില്ലാന്ന് ചാണ്ടിച്ചായി. പിന്നെ അവിടെ എന്നതാ നടന്നത് ഇന്ന് അവർ ആർക്കും ഒരു പിടിയില്ല. പൂഴിമണല് മേലോട്ട് പറക്കുന്ന കണ്ടു, അത്ര മാത്രം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ സാധ കിടക്കുവാ. എന്നതാ ചാണ്ടിച്ചായൻ മണ്ണാൻ കട്ട. അപ്പൊ കോര സാറായിരിക്കും. അയ്യടാ, ഈ 40 പേരുടെ ചെരുപ്പ് ഉടുപ്പുവാ ഓടിയതാ. വടിവാളും വാരിക്കൊന്നും സൈക്കിളും വേറെ. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടി 35,000 രൂപയ്ക്കാണ് ഞങ്ങൾ ഇരുമ്പ് കച്ചവടക്കാർക്ക് വിറ്റത്. അറിയാവോ? ആ തുക അപ്പൊ തന്നെ കോര സാറ് പള്ളിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ചാണ്ടിച്ചായന് ഈ 3 പീക്കിരി പിള്ളേരെ ഒതുക്കാൻ ഈ ഒരു ചെറുവരൽ മതി. അറിയാവോ? അല്ലേലും അവനൊരു ആൺകുട്ടിയാണെന്ന് ഞാൻ ഈ കവല വെച്ച് കണ്ടതല്ലേ. ഡ്രൈവർ തങ്കപ്പന്റെ പൊടി പോലും പിന്നെ ഈ ഏരിയയിൽ കണ്ടിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് ഒരു അഭിമാനമാ ചാണ്ടിച്ചായ. വർഗീയം പറയരുത്. ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനമാ ചാണ്ടിച്ചൻ. ഇച്ചായ ഞങ്ങൾ ഇറങ്ങുവാ. ആരാത്? ആ നീയായിരുന്നു. ഇന്ന് സ്വന്തക്കാരും ബന്ധക്കാരും വരെ വന്നില്ലേടി കള്ളു കുടിക്കാൻ? ഓയിൻമെന്റ് പറ്റിയ വേഗം മുറിവുണങ്ങും. എന്തോ വല്യമ്മച്ചയുടെ കാലിലെ മുള്ളുകൊണ്ട് പഴുത്തപ്പോ ഡോക്ടർ കുടിച്ചെന്നതാ. അതിന്? കയ്യിലെ മുറിവുണങ്ങാൻ. ഓ അതാണോ? വേണമെന്നില്ല. വല്യമ്മച്ചയുടെ കാലം ഇനിയും മുള്ളു ഇറക്കുമ്പോ പെരട്ടി കൊടുത്താൽ മതി. കുറ്റിക്കല ചാണ്ടിയുടെ ദേഹത്ത് ഇതുപോലത്തെ ഇംഗ്ലീഷ് മരുന്ന് ഏക്കല കുഞ്ഞെ. ആടിന്റെ മൂത്രം ഒഴിച്ചപ്പോഴേ മുറിവങ്ങ് കരിഞ്ഞു. അല്ല നിനക്കെന്താ പെട്ടെന്നൊരു സ്നേഹം? നീ ഒരു കാര്യം ചെയ്, ഞാൻ കസർത്തിറക്കണ മറ്റേ കയറൂടെ അറുത്ത് വയ്ക്കും. അപ്പൊ ഞാൻ വീഴും, പിന്നെ മുറിയും. ആ മുറിവിന്റെ ആഴം നോക്കിയിട്ട് നമുക്ക് മരുന്ന് വയ്ക്കാം. ഇപ്പൊ എന്റെ മുന്നോട് പോയിട്ട് അടുക്കള പണി വല്ലതും ഉണ്ടോ നോക്കും. ചളി മരുന്ന് കൊണ്ടു നടക്കണം. ചാണ്ടിച്ചായ മരുന്ന്. ആ നിങ്ങളൊക്കെ ചായയോട് കഴിഞ്ഞില്ലടാ? ഓ തീർന്ന ചായ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങായിരുന്നു. മുറിവ് അധികം ഉണ്ടോ? ഓ ഇതൊക്കെ ഒരു മുറിവാന്നോ? വടിവാളെ കയറി പിടിച്ചല്ലയോ? വടിവാളോ? ഏത് വടിവാളോ? അത് അന്ന് വടിവാള് വാങ്ങിയപ്പോ ചാണ്ടിച്ചാൻ കയറി പിടുത്തം പിടിച്ചില്ലയോ? ഓ അതോ, അത് ഞാൻ കയറി പിടിച്ചതാ. അത് അപ്പൊ തന്നെ ആട്ടുമൂത്രം ഒഴിച്ചപ്പോ ഉണങ്ങാൻ തുടങ്ങുകയും ചെയ്തു. എന്താ എല്ലാരും നിക്കുന്നേ? ചാണ്ടിച്ചനോടുള്ള ബഹുമാനം കൊണ്ട് നിൽക്കുക. അല്ല ഇക്കാലത്തിനിടയിൽ ഈ നാട്ടുകാർ ഇതുപോലൊരു ആൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഓ ഇതിനൊക്കെ ഇങ്ങനെ ബഹുമാനിക്കാൻ തുടങ്ങിയില്ല. അങ്ങനെ അന്നേ സാരമില്ല, എല്ലാരും ഇരിക്കേ. എല്ലാവർക്കും എന്റെ ചായ എല്ലാവരും കൊണ്ട് കുഞ്ഞിച്ചേ. ചാണ്ടിച്ചാൻ ഈ നാട്ടിൽ നിന്ന് പോരുതെന്നാ ആളുകൾ പറയുന്നത്. അതെന്നാ അങ്ങനെ? ഇച്ചായൻ ഈ നാട്ടുകാർക്ക് വേണം, അത്ര തന്നെ. ഓ ഞാനൊക്കെ എന്നതാ ഒരു പുഴു. ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയാലല്ലോ. ഒന്ന് ചുമ്മാ എരി എന്നെ മറിയച്ചെടുത്തി. ഞാനിവിടെ നമ്മുടെ അനിയച്ചാരെ സഹായിക്കാൻ വേണ്ടി വന്നതാ. അതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നല്ലാതെ എനിക്ക് ഉടനെ മടങ്ങി പോകാതെ പറ്റുകയില്ല. കോര സാർ ഇപ്പൊ തന്നെ എന്നെ കാണാണ്ട് വിഷമിച്ചിരിക്കുമായിരിക്കും. പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായോ എന്തോ. അല്ല ചാണ്ടിച്ച, നമുക്ക് തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കിയാലോ? അയ്യോ അത് നല്ലതാ ചെയ്യാ. എടാ ഇവിടെ അതിന് മാത്രം ആളെ കിട്ടുമോ? ഓ ചാണ്ടിച്ചൻ പ്രസിഡന്റ് ആയിട്ടൊന്ന് നിന്ന് തന്നേച്ചാ മതി. അയ്യോ അതൊന്നും അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കാൻ ഒക്കുകയല്ല. പാർട്ടിയുടെ എന്ത് കാര്യം ചെയ്യുന്നത് കോര സാറാ. അതുള്ളതാ. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് കോരസാറിന്റെ വിവരം അറിയിക്കാൻ ചാണ്ടിച്ചായ. അറിയിക്കല്ലയോ? എവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ പാർട്ടിയെ മറക്കാൻ പറ്റില്ലല്ലോ. ഇനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഇന്ന് മുതൽ നമ്മൾ പാർട്ടി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഇത് പാർട്ടിയുടെ ആദ്യത്തെ മീറ്റിംഗ് ആയി കണക്കാക്കണം. തിരുവിതാംകൂർ കോൺഗ്രസ് സിന്ദാബാദ്. KC കോര സിന്ദാബാദ്. കുട്ടികൾ ചാണ്ടി സിന്ദാബാദ്. OC ആൻഡപ്പൻ. അതാരാ? അത് ഞാനാ. എടാ മണ്ണ് നല്ല ഫസ്റ്റ് ക്ലാസ് മണ്ണാ. ഇവിടെ തന്നെ വെള്ളം കൂടെ കിട്ടിയിരുന്ന ഒരു കലക്ക് കിടക്കായിരുന്നു. അല്ല നമുക്കിവിടെ ഒന്നും കൂടി കുളിച്ചു നോക്കിയാലോ? വരട്ടെ. ഇപ്പൊ നമ്മൾ കിണറിന്റെ പുറകെ പോയാ വാഴയുടെ പണി പ്രശ്നത്തിലായി പോകും. ഇതിൽ നിന്നുള്ള കൊല വെട്ടി കഴിഞ്ഞേച്ച് നമുക്ക് കിണറിന്റെ പണി നോക്കാം. അത് ശരിയാ. ഇടവിട്ടപ്പായി ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ.
എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും പൂളും താങ്കരിയും. ஏங்க இங்க உண்மையை சொல்லக்கூடாதுங்க. മിണ്ടായിരടാ. ചാണ്ടിച്ചാനോട് എതിരെ പറയുന്നവരെ കഴുത്തിന് മേലെ തല കാണിയല്ല. അറിയാമോ നിനക്ക്? അല്ല ചാണ്ടിച്ചായ, ഇവനല്ലെങ്കിൽ ഇതിനെ കൂലി വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കടന്ന് കറങ്ങണത്. എടാ മാരുതി, നീ പോടേ, വല്ല കൂലി കിട്ടുന്ന ജോലിക്ക് പോടേ. அது மட்டும் சொல்லாதுங்க. நாமெல்லாம் மனித ஜாதி. மனிதன் மனிதனுக்கு உதவி தானே செய்யணும். ആ ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാ മതി. എന്നാടി ഇന്ന് ആഹാരത്തിന് നേരത്തെ? ഉച്ചയൂണൊന്നുമല്ല, ഇടക്കാല ആശ്വാസം. കപ്പയും കോഴിക്കറി. എന്റെ ആഹാ, അത് കൊള്ളാമല്ലോ. എന്നാ വേറെ എല്ലാരും അത് തട്ടേച്ച് മതി, ഇനി ബാക്കി പണി. എന്നാ വേഗം വിളമ്പടി. எனக்கு கொடுங்க எனக்கு கொடுங்க. എന്നാ ഞാൻ പൊടിക്കടി ആർത്തിപ്പെട്ട ഇനി ഒരു അതിശയകരമായ കാര്യം ഞാൻ പറയാൻ പോവാ. ആ. സ്വന്തം കോഴികളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ കൊച്ചുണ്ടല്ലോ, ആനി, ഇവളുടെ 3 കോഴികളാ ഇന്നത്തെ ഈ കോഴിക്കറിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തത്. ആന്നോ? ഈ കൊച്ചിന് ഇത് എന്നാ പറ്റി? ഇവള് തന്നെ ഇത് വെച്ചുണ്ടാക്കിയതും. കഴിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇത് നിന്റെ പാചകമല്ല. വെസ്റ്റ് വെസ്റ്റ് കേട്ടോ. ഇവളാള് ഉള്ളവല്ലോടി. ഇക്കണക്കിന് ഇവിടെ ഞാനും കെട്ടിയാലോ? എന്നും ഇങ്ങനെ ടേസ്റ്റുള്ള കോഴിക്കറി കൂട്ടാവല്ലോ. കെട്ടച്ചായ, ഇനി ഇടമല നോക്കാനില്ല. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. അച്ഛൻ ധൈര്യമായിട്ട് കെട്ടിക്കും.